ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വീഡിയോ ഇടുന്നത് ഒരു എമ്മി ലഞ്ചിന് കാണിക്കാനാണ് കേട്ടോ. ഇത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇതെന്തുവാണെന്ന്. എന്നാലും പറയുകയാണ്, ഇത് ചക്ക വേവിച്ചതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ചക്ക കുഴയ്ക്കുക അല്ലെങ്കിൽ വേവിക്കുക എന്ന് പറയും. അതിൻ്റെ കൂടെ നല്ല കുടംപുളി ഇട്ട് വെച്ച മീൻ കറി. പിന്നെ ഇതെന്താണെന്നറിയാമോ? നെത്തോലി വറുത്തത്. ഇത് നമ്മുടെ ലോങ് ബീൻസ്, അതായത് പയർ തോരൻ. ഇത് നാക്കിൽ വെള്ളം വരുന്നുണ്ടോ? ഇത് കണ്ടു കഴിയുമ്പോൾ ചിലർ ഓർക്കുമോ ഇതെന്തോ ഞങ്ങൾ എന്നും കഴിക്കുന്നതല്ല ചക്കക്കറി, ചക്ക വേവിച്ചത്, മീൻ കറിയൊക്കെ ആയിട്ടെന്ന്. പക്ഷേ ഞങ്ങൾക്കിതിനൊരു പ്രത്യേകതയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാനഡയിൽ നിന്നാണ്. ഈ ചക്കയൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് ഇത്ര ഈസി അല്ല കിട്ടാനായിട്ട്, പ്രത്യേകിച്ച് ഈ പയർ ഇങ്ങനെയൊക്കെ ഒരു ലഞ്ച് കിട്ടാനായിട്ട് അത്ര ഈസി അല്ല. അപ്പം ഞങ്ങളിത് സ്പെഷ്യൽ ലഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചക്കയുടെ കാര്യം പറയാനാണ് ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോ ഇടുന്നത്. ഈ ചക്ക നിങ്ങൾ കണ്ടല്ലോ, ഇത് ഫ്രഷ് ചക്കയല്ല. ഇതൊരു 6 മാസം മുന്നേ എൻ്റെ സിസ്റ്റർ നാട്ടിൽ നിന്ന് ഉണക്കി കൊടുത്തു വിട്ട ചക്കയാണ് കേട്ടോ. ഇത് ഇത്രയും നല്ലതാവണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. ഞാനിത് വേവിച്ചത് ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് നമ്മുടെ മറ്റ് ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന ചക്ക പോലെ തന്നെ ഇരിക്കുന്നു. ഇത് എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമൊന്നുമില്ല. നമ്മളിത് ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിടുന്നു. അത് കഴിഞ്ഞ് കഴുകി വാരി ഒരു കുക്കറിലിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഒരു 3-4 വിസിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചക്കയ്ക്ക് ഇടുന്ന പോലുള്ള അരപ്പ്, അതായത് വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ എല്ലാം കൂടെ ചതച്ച് ഇതിലേക്കിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് ഇളക്കുക. എന്തോരു മണമായിരുന്നു എന്നറിയാമോ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇത് അങ്ങനെ കുഴച്ചില്ലെങ്കിൽ ഇത് നമുക്കൊരു പാനിനകത്തിലിട്ട് കടുക് വറുത്തിട്ട് പാനിനകത്തിലോട്ട് കുടഞ്ഞിട്ട് കഴിഞ്ഞ് ഒലത്തിയെടുത്താലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞങ്ങൾക്കിതൊരു സ്പെഷ്യൽ ലഞ്ചാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഇതിൻ്റെ പ്രത്യേകിച്ച് പറയുന്നതിൻ്റെ കാര്യം, ഇനി നാട്ടിൽ നിന്ന് വരുമ്പോൾ നാട്ടിലുള്ളവരോടൊക്കെ പറയാം ചക്കയുടെ സീസണിൽ ഉണക്കി വെക്കാം കേട്ടോ. ഇത് അഴുക്കൊന്നും ആവത്തില്ല. ഒരു 6 മാസത്തെ കൂടുതലായി ഇത് ഇരിക്കുന്നു. ഉള്ളി തിങ്സ് നമുക്കൊന്ന് സോക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ടേസ്റ്റ് ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഫ്രഷായിട്ട് കഴിക്കുന്നത് എത്രയായാലും അതുപോലെ ആകുമല്ലോ. എന്നാലും നമ്മുടെ ചക്കയ്ക്ക് നമുക്ക് ടേസ്റ്റ്, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇച്ചിരി ചക്കയും മീൻകറിയും കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് കഴിക്കാം. കപ്പയാണെങ്കിൽ വെച്ചേക്കുന്ന പോലെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്തെ ലഞ്ച്. അപ്പം ഞാൻ കഴിക്കട്ടെ. ഓക്കെ, ബൈ.